ഓഫ് യൂണിറ്റി. നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരു പുതുവത്സരാഘോഷമാണ്. 2025 നമ്മൾ വിചാരിച്ചതിലും പ്രതീക്ഷിച്ചതിലും പെട്ടെന്ന് തന്നെ കടന്നുപോയി. പുതിയൊരു വർഷം തുടക്കം കുറിക്കുകയാണ്. സോ ലെറ്റ്സ് ഓൾ മേക്ക് ദിസ് മൊമെന്റ്, ലെറ്റ്സ് ഓൾ മേക്ക് ദിസ് ഈവൻറ്റ് എ ഗ്രാൻഡ് ഈവൻറ്റ്. അപ്പോൾ അതിനു മുന്നേ ആദ്യം തന്നെ ഇന്നത്തെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് 3 സംഘടന ഒരുമിച്ച് കൂടി ഇതൊരു മാതൃകാപരമായ രീതിയിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ഇൻട്രൊഡ്യൂസ് ഓൾ ദ clubs behind this. Kasaragod Arts Forum, Alliance Club International Kasaragod, Kala Kasaragod എന്നീ 3 സംഘടനയുടെ പേരിലും എൻ്റെ പേരിലും എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. let's begin this beautiful event. സോ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഈ പരിപാടി ഇവിടെ തുടക്കം കുറിക്കാം. അപ്പോൾ ഇനിയും ഒരുപാട് ഗസ്റ്റ് എത്തേണ്ടതായിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക ഗസ്റ്റ് വേണം. കമ്മിറ്റി ഓർഗനൈസേഴ്സ് എല്ലാവരും വരേണ്ടിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തിരക്കുള്ള കുറച്ച് എന്താ പറയുക സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരെ നമുക്ക് ആദ്യം തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ I would like to welcome PB അച്ചു നൈമാർമുല. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യം. കാസർഗോഡ് എന്ത് പരിപാടി നടന്നാലും അതിലൊക്കെയും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാവാറുണ്ട്. കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ നായ്മാർമലയിൽ നടന്ന NPL ക്രിക്കറ്റ് മാമാങ്കത്തിൻ്റെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ ടൂർണമെൻറ്റ് ചരിത്ര വിജയമായി മാറിയത്. അപ്പോൾ നമുക്ക് PB അച്ചു നായ്മാർമുലയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നല്ലൊരു കയ്യടി ആയിക്കോട്ടെ. ഗുഡ് ഈവനിങ്. കാസർഗോഡ് ആർട്ട് ഫോറവും അതുപോലെ തന്നെ അലയൻസ് ക്ലബ് ഇൻ്റർനാഷണൽ കാസർഗോഡ് ചാപ്റ്ററും കലാ കാസർഗോഡും സംയുക്തമായി നടത്തുന്ന റംഗ് ബർസെ ദ കളേഴ്സ് ഓഫ് യൂണിറ്റി, അതായത് ഐക്യത്തിൻ്റെ വർണ്ണങ്ങൾ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ആദ്യമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാസർഗോഡ് ആർട്ട് ഫോറം എന്ന് പറഞ്ഞാൽ ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊടുത്ത ഒരു സംഘടനയാണ്. ഒരുപാട് അതിനുശേഷം ഈ സന്ധ്യാരാഗത്തിൽ തന്നെ 4-5ഓളം മെഗാ പ്രോഗ്രാമുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കലാ കായിക സാഹിത്യ രംഗങ്ങളിലും ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ പരിപാടി ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരുന്ന കാസർഗോഡ് ഇപ്പോൾ ബേക്കൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാസർഗോട്ടുള്ള ആൾക്കാർക്ക് ബേക്കലിൽ എത്താൻ വളരെ കഷ്ടമുണ്ട്. കാരണം ഒന്നാമത് പാർക്കിംഗ് സൗകര്യമില്ല, അതുമല്ല നമുക്ക് കുറച്ച് ദൂരം. അതുകൊണ്ട് ഈ ന്യൂ ഇയർ ഇവിടെ ആഘോഷിക്കാം എന്ന് കരുതിയാണ് ഞങ്ങൾ ഈ ന്യൂ ഇയർ പരിപാടിയായ റംഗ് ബർസെ ദ കളേഴ്സ് ഓഫ് യൂണിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ പരിപാടിയിൽ ഞങ്ങൾ കാസർഗോഡിൻ്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ സായിനാഥ് സലീം, അതുപോലെ തന്നെ വൈസ് ചെയർമാൻ നമ്മുടെ പ്രിയങ്കരനായ KM അനീഫ് എന്നിവർക്ക് ഇവിടെ നമ്മളൊരു സ്വീകരണം നൽകുകയാണ്. അതോടൊപ്പം തന്നെ കാസർഗോഡിൻ്റെ ജീവകാരുണ്യ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ കഴിവ് തെളിച്ച 4 പ്രമുഖ വ്യക്തിത്വങ്ങളെയും ഇവിടെ ഞങ്ങൾ ആദരിക്കുകയാണ്. ഇപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ച് നമുക്കാകെ ഒരു പ്രോഗ്രാം വെക്കാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് സന്ധ്യാരാഗം ഓഡിറ്റോറിയമാണ്. സന്ധ്യാരാഗത്തിൻ്റെ അവസ്ഥ നമ്മുടെ പുതിയ ചെയർപേഴ്സണും അതുപോലെ നമ്മളെ വൈസ് ചെയർമാനും ഇവിടെ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് നമുക്ക് ഇനിയും നല്ല നല്ല പ്രോഗ്രാമുകൾ നടത്താനുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ഇപ്പോൾ ചാർജ് എടുത്ത ഭരണസമിതിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അവർ നല്ല കഴിവുള്ളവരാണ്, കാര്യപ്രാപ്തിയുള്ളവരാണ്. അവർ നമ്മുടെ കാസർഗോഡ് നഗരത്തെ ഒരു വികസനവും അതുപോലെ തന്നെ ഒരു പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. അവരിലാണ് നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായ KM അനീഫ് സാഹിബ് ഇവിടെ വൈസ് ചെയർമാൻ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടത്തേക്ക് വരാൻ നമ്മൾ ഡിസേബിൾ പേഴ്സൺ, അതായത് അംഗപരിമിതരായവർക്ക് ഇവിടെ എത്താനുള്ള ഒരു സൗകര്യമില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു റാമ്പാണ്. ആ റാമ്പ് ഇപ്പം അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അത് ആദ്യമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ആ റാമ്പ് ഒന്ന് ശരിയാക്കി തരണമെന്നാണ്. അതിൽ അനുകൂല നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇന്നത്തെ യോഗത്തിൽ ഇവിടെ അധ്യക്ഷത വഹിക്കുന്നത്
നമ്മുടെ ഡോക്ടർ MP ഷാഫിയാജ് ആയിരുന്നു. അദ്ദേഹം കാസർഗോഡ് ആർട്ട് ഫോറിൻ്റെ ഒരു അഭ്യുദയ ഫംഗ്ഷൻ, ഞങ്ങളുടെ ഒരു രക്ഷാധികാരിയാണ്. അദ്ദേഹം കോഴിക്കോട് ഒരു ഫംഗ്ഷനിൽ പോയി, ട്രെയിനിലാണ്, പരശുരാം എക്സ്പ്രസ്, അരമണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് അദ്ദേഹം വരുന്നുണ്ട് ഇവിടെ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതും നമ്മുടെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതും നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കാസർഗോഡിൻ്റെ MLA, ജനകീയ MLA എന്ന് പറയപ്പെടുന്ന നമ്മുടെ എന്നെ നെല്ലിക്കുന്ന MLA ആണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള കാസർഗോഡ് ആർട്ട് ഫോറം വൈസ് ചെയർമാൻ ടി എ ഷാഫി, ഞങ്ങൾ രണ്ടുപേർ, അതുപോലെ ടി അബ്ദുൽ, ഞങ്ങൾ 3 ത്രയങ്ങളാണ് ഇവിടെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അലയൻസ് ക്ലബ് ഇൻ്റർനാഷണൽ അതിൻ്റെ കാസർഗോഡ് ചാപ്റ്റർ പ്രസിഡന്റ് ജമീർ ആമസോണിക്സ്, അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്കെന്നും എല്ലാ കാര്യത്തിനും പിന്തുണ നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ CT മുസ്തഫ BRK, അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അലയൻസ് ക്ലബ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ റഫീഖ് നായ്മാർമുല, അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കലാ കാസർഗോഡിൻ്റെ ട്രഷറർ മൊയ്തീൻ ചേരൂർ, അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ MP ഷാഫിയാജി വരാൻ ലേറ്റാവും. അതുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഉമ്മർ പാണലാണ്, കലാ കാസർഗോഡിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കാസർഗോഡിൻ്റെ വൈസ് ചെയർമാൻ KM ഹനീഫ്, അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചെയർപേഴ്സൺ നെൽക്കളയിൽ ഒരു പരിപാടിയിലുള്ളതാണ്, അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവരുടെ അഭാവത്തിൽ അവർക്കും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയ നമ്മുടെ പ്രിയങ്കരനായ സമീർ തളങ്കര എന്ന് പറഞ്ഞാൽ കാസർഗോഡിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ മാത്രമല്ല ജീവകാരുണ്യ രംഗത്തും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് സമീർ തളങ്കര. അതുമാത്രമല്ല അദ്ദേഹം ഒരു പ്രവാചകൻ കൂടിയാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രവചിക്കുന്നവൻ. അദ്ദേഹം ഒരു ഫംഗ്ഷനിൽ കണ്ടപ്പോൾ പറഞ്ഞു, ബാങ്കോട് ഭയങ്കര ഫൈറ്റായിരുന്നു ഇലക്ഷൻ സമയത്ത്. അപ്പോൾ അവിടെ ത്രിമൂർത്തികൾ, നമ്മുടെ ലുക്മാൻ, ഇബ്രാഹിം ബാങ്കോട്, സമീർ തളങ്കര, അങ്ങനെ ഒരു ഫംഗ്ഷനിൽ വെച്ച് ഞാൻ ഏതായാലും അവരുടെ എതിർ പാർട്ടിക്കാരനാണെന്ന് അവർ കരുതുന്നത്. ഏതായാലും ആ ഫംഗ്ഷനിൽ വെച്ചിട്ട് സമീർ പറഞ്ഞു, ഞങ്ങൾ ഏതായാലും 250-350 വോട്ടിൻ്റെ ഇടയ്ക്കിൽ വിജയിക്കും. അത് തന്നെ സംഭവിച്ചു. 313 വോട്ടിന് സമീറിൻ്റെ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന്. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞാലിപ്പറല ഏകദേശം 25 വർഷമായി കാസർഗോഡിൻ്റെ സാമൂഹ്യ സാംസ്കാരികങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഡാം ആൻഡ് ഡ്യൂ എന്ന കേന്ദ്ര ഭരണ പ്രദേശത്ത് ഏകദേശം 20 കൊല്ലമായി തൻ്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഇവിടെ ആദരിക്കപ്പെടുന്ന നമ്മുടെ അസീസ് അബ്ദുല്ല, അവർ കേന്ദ്ര ടെലികോം അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. അവരെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ യുവ ബിസിനസ്സുകാരൻ റഹ്മാൻ റഷീദ്, അദ്ദേഹം ബാംഗ്ലൂരും മൈസൂറും ബിസിനസ് നടത്തുകയാണ്. അവരെയും യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ബഹുമാന്യനായ ഉമ്മർ പാണലത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായിട്ട് പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഉമ്മർ പാണലം ഓൺ ടു ദ സ്റ്റേജ് പ്ലീസ്. ബഹുമാന്യനായ നമ്മുടെ MLA NH നമ്മൾ വിളിക്കുന്ന എന്നെ നെല്ലിക്കുന്ന്, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച കാസർഗോഡ് ആർട്ട് ഫോറമിൻ്റെ സെക്രട്ടറി ഷാഫി നെല്ലിക്കുന്ന്, നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാധ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒരു പുതുവത്സരത്തെ വരവേൽക്കാൻ വേണ്ടി സന്തോഷപൂർവ്വം ആഹ്ലാദത്തോടെ കൂടെ കാത്തിരിക്കുന്ന ഈ നിമിഷത്തിൽ നമുക്കും ഈ കാസർഗോഡുകാർക്കും ഇതിൽ പങ്കുചേരാൻ നമുക്ക് സാധിക്കുന്നു. നമുക്ക് അവസരം ലഭിച്ചതിൽ അഭിമാനത്തോടു കൂടിയും ഒരു സന്തോഷ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സത്യത്തിൽ കാസർഗോഡിൻ്റെ സാംസ്കാരിക കാസർഗോഡിൻ്റെ ഈ ഭൂമികയിൽ വളരെ ചുരുക്കം പരിപാടികളാണ് നടക്കുന്നത്. ചില പരിപാടികൾ നടന്നാൽ തന്നെ ഈ തൊട്ടും കുറച്ച്
ദിവസം മുമ്പ് ഇവിടെ പരിപാടി നടന്നപ്പോൾ തന്നെ ആൾക്കാരുടെ ബാഹുല്യം കൊണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സംഘടനകൾ ഇവിടെയുണ്ട്. സംഘടനകൾ ഒറ്റയ്ക്ക് പല പരിപാടികൾ സംഘടിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സഹകരണത്തിൻ്റെ പുതിയ മേഖല കണ്ടെത്തിക്കൊണ്ട് ഞങ്ങളൊരു 3 സംഘടന, കാസർഗോഡ് ആർട്ട് ഫോം, അലയൻസ് ഇൻ്റർനാഷണലും കലാ കാസർഗോഡും സംയുക്തമായാണ് ഇന്നത്തെ ഈ സായാഹ്നം കാസർഗോഡുകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ MLA എന്നെ നെല്ലിക്കുന്ന സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഉമ്മർ പാണളം, സ്വാഗതം ആശംസിച്ച ഷാഫിയെ നെല്ലിക്കുന്ന്, വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ആളുകളുടെയും പേര് എടുത്തു പറഞ്ഞ് വളരെ ഹൃദ്യമായ ഭാഷയിൽ അവരെ അഭിവാദ്യം ചെയ്യുകയുണ്ടായി. ഞാൻ ഓരോരുത്തരുടെയും പേര് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ആളുകളും എനിക്കും നിങ്ങൾക്കും വളരെ പ്രിയപ്പെട്ടവരാണ്. അവരെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. 2025 നമ്മോട് വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ നാം എല്ലാവരും സമ്മേളിച്ചിട്ടുള്ളത് 2026 വരവേൽക്കുന്നതിന് വേണ്ടിയാണ്. 2026 വരവേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ചിന്തയിലുമൊക്കെയുള്ള പ്രാർത്ഥന 2026 ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ കാസർഗോഡിന് പ്രത്യേകിച്ചും സന്തോഷകരമായ ഒരു വർഷമായി മാറണം 2026 എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അലയൻസ് ഇൻ്റർനാഷണൽ, കാസർഗോഡ് ആർട്ട് ഫോറം, അതുപോലെ തന്നെ കലാ കാസർഗോഡ്. ഈ 3 സംഘടനകളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാസർഗോഡിൻ്റെ വിവിധ മേഖലകളിൽ അർപ്പിച്ചു വരുന്ന നിസ്തുലമായ സേവനങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. കാസർഗോഡിൻ്റെ സാമൂഹികപരമായ സാംസ്കാരികപരമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഈ 3 സംഘടനകളും എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പുതിയ വർഷം പിറക്കുമ്പോൾ നമ്മുടെ ആഹ്ലാദം പങ്കുവെക്കുന്നതിന് പുറമെ ഈ ചടങ്ങിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കുറേ മേഖലകളിൽ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച, പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സക്രിയമായി നിന്ന കുറേ വ്യക്തിത്വങ്ങളെ നമ്മളിപ്പോൾ ആദരിക്കുകയാണ്. അതുപോലെ തന്നെ കാസർഗോഡ് നഗരസഭയ്ക്ക് പുതിയ ഭരണസമിതി ഉണ്ടായിരിക്കുകയാണ്. ആ ഭരണസമിതിയുടെ നായകന്മാർ, അതിൻ്റെ ചെയർപേഴ്സണെയും ശ്രീമതി സായിന സലീമാണ് ചെയർപേഴ്സൺ. വൈസ് ചെയർമാൻ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്ത് KM ഹനീഫ. ഈ 2 പേരെയും ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഇത് എന്ന് എല്ലാവർക്കും അറിയാം. സ്വാഗത പ്രസംഗത്തിൽ ഷാഫിയെ നെല്ലിക്കുന്ന് ചില പരിഭവങ്ങളും പരിദേവനങ്ങളും ഇവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ സന്ധ്യാരാഗത്തിൻ്റെ പോരായ്മകൾ, ന്യൂനതകൾ എന്താണ് എന്ന് അദ്ദേഹം അക്കമിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈസ് ചെയർമാന് ഈ സദസ്സിലിരുന്ന് അതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ കേൾക്കാൻ മാത്രമല്ല, അത് പരിഹരിക്കാനുള്ള കഴിവ് കൂടി ഉള്ള ഒരു ഭരണസമിതിയും ആ ഭരണസമിതിയുടെ ചെയർപേഴ്സണെയും വൈസ് ചെയർമാനെയുമാണ് നമ്മളിന്ന് ആദരിക്കുന്നത്. അതുകൊണ്ട് ഷാഫിയുടെ അഭ്യർത്ഥനയ്ക്ക് തീർച്ചയായും ഫലമുണ്ടാകുമെന്ന് എനിക്ക് പൂർണ്ണ പ്രതീക്ഷയുണ്ട്. കാസർഗോഡ് നഗരസഭ ശ്രീമതി സായിന സലീമിൻ്റെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട KM ഹനീഫിൻ്റെയും നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി ഈ സന്ധ്യാരാഗം മാത്രമല്ല, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാസർഗോഡ് നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന കാര്യത്തിലും ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്ന് നമുക്കെല്ലാവർക്കും ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ ഭരണസമിതി വിചാരിച്ചാൽ മാത്രം എല്ലാ കാര്യങ്ങളും നടക്കുകയില്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം പ്രാവർത്തികമാക്കാൻ നഗരസഭയ്ക്ക് കഴിയണമെങ്കിൽ
ആ നഗരസഭയ്ക്ക് അകത്ത് അധിവസിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും കലവറയില്ലാത്ത പിന്തുണ ഭരണസമിതിക്ക് അത്യാവശ്യമാണ്. ഭരണസമിതി ഒരു തീരുമാനമെടുക്കുമ്പോൾ ഏതെങ്കിലും കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ നല്ല തീരുമാനമായാലും അല്ലെങ്കിൽ മോശമായ തീരുമാനം നമ്മുടെ ഭരണസമിതി എടുക്കുകയില്ല. ഏത് തീരുമാനം എടുക്കുന്നതും കാസർഗോഡിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഏത് തീരുമാനം ഭരണസമിതി എടുക്കുമ്പോൾ അത് വ്യത്യസ്തമായ കാഴ്ചപ്പാട് പുലർത്തുന്ന എല്ലാവരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഭരണസമിതിക്ക് നഗരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് അനുസരിച്ച് നമ്മുടെ ചിന്തയിലും നമ്മുടെ മനസ്സിലും നമ്മുടെ മൈൻഡ് സെറ്റിലുമൊക്കെ നമ്മുടെ കാസർഗോട്ടെ ജനങ്ങൾ മാറ്റം വരുത്തണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ടാകും. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ബാനറിൽ മത്സരിച്ച ആളുകളാണ് ഇപ്പോൾ നഗരസഭയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് നമുക്ക് രാഷ്ട്രീയം വേണ്ടത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മൾ ജനപ്രതിനിധികളായി മാറിയാൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ നന്മയായിരിക്കണം. അപ്പോൾ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് നഗരസഭ ഒരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് ഈ നഗരത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള തീരുമാനമാണ്, ഈ നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള തീരുമാനമാണ് എന്ന് കരുതി ആ തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ നഗരത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാൻ കഴിയണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് എല്ലാവരോടും ഉണർത്താനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ആദരിക്കുന്ന കുറേ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ പേര് സ്വാഗത പ്രസംഗത്തിൽ ഷാഫിയെ നെല്ലിക്കൊന്ന് പറയുകയുണ്ടായി. അവർ ഓരോരുത്തരും വിവിധ മേഖലകളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെയ്തിട്ടുള്ള സേവനങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരെ ആദരിക്കുന്നത്, അവർ ഈ ആദരവ് അവർ അർഹിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ആദരവ് അവർ ആഗ്രഹിക്കുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ആദരവ് ആഗ്രഹിച്ചു കൊണ്ടല്ല അവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും മറ്റ് മേഖലയിൽ അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയായാലും അതൊക്കെ അവർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ആദരവ് ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ഈ ആദരവ് ആഗ്രഹിക്കാതെ തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ നമ്മൾ അവരെ ആദരിക്കുന്നത് ഇത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകണം എന്നതുകൊണ്ടാണ്. സാമ്പത്തികമായി അവരെക്കാൾ കഴിവുള്ള ആളുകൾ നമ്മുടെ നഗരത്തിലുണ്ട്, നമ്മുടെ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുണ്ട്. അതുപോലെ തന്നെ കലാപരമായി സാഹിത്യപരമായി ഒക്കെ കഴിവുള്ള കുറേ ആളുകൾ, അവരെക്കാൾ ഇന്ന് നമ്മൾ ആദരിക്കുന്ന ആളുകളെക്കാളും പ്രാഗൽഭ്യമുള്ള കുറേ ആളുകൾ നമ്മുടെ നഗരത്തിലും നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുമുണ്ട്. പക്ഷേ അവരൊന്നും ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പലപ്പോഴും വരുന്നില്ല. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായ കഴിവുള്ള ആളുകൾ ഇങ്ങനെ സാമ്പത്തികമായി കഴിവില്ലാത്ത ആളുകളെ സഹായിക്കണം. അപ്പോൾ അങ്ങനെ സഹായിക്കണമെങ്കിൽ തീർച്ചയായും ഈ ഒരു ചടങ്ങ് അവർക്ക് ഒരു പ്രചോദനമായി തീരണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രമുഖ വ്യക്തിത്വങ്ങൾ ആഗ്രഹിക്കാതിരുന്നിട്ട് പോലും അവരെയൊക്കെ നമ്മൾ ആദരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ഷാഹിന സലീം ഇവിടെ എത്തിയിട്ടുണ്ട്. സംഘാടകർക്ക് വേണ്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ചടങ്ങ് തീർച്ചയായും കാസർഗോഡിൻ്റെ വളർച്ചയ്ക്ക്, കാസർഗോഡിൻ്റെ അഭിവൃദ്ധിക്ക്, കാസർഗോഡിൻ്റെ പുരോഗതിക്ക് ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു വലിയ പ്രചോദനമായി നമുക്ക് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഏതാനും മണിക്കൂറുകൾക്കകം പിറക്കാനിരിക്കുന്ന പുതിയ വർഷം നമ്മുടെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിൻ്റെ അതുപോലെ തന്നെ നേട്ടങ്ങളുടെ വർഷമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷപ്രദമായ, സന്താപമില്ലാത്ത സന്തോഷപ്രദമായ പുതിയ വർഷം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം വളരെ അഭിമാനത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ്. നമ്മളിപ്പോൾ ആദരിക്കൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വത്തെ ഇന്ന് ഈ വേദിയിൽ ആദരിക്കുകയാണ്. ആദ്യം തന്നെ അതിനു മുന്നേ നമ്മുടെ ചെയർപേഴ്സൺ ഏറ്റവും പ്രിയപ്പെട്ട ഷാഹിന സലീം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ചെയർപേഴ്സണെയും വൈസ് ചെയർമാനെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ആദരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട MLA NA നെല്ലിക്കുന്ന് സാറിനെ സ്വാഗതം ചെയ്യാം.
So here we felicitate our chairperson ഷാഹിന സലീം. നമ്മളിവിടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചെയർപേഴ്സൺ ഷാഹിന സലീമിനെ ആദരിക്കുകയാണ്. സോ നല്ലൊരു കയ്യടി കൊടുക്കാം. അടുത്തതായിട്ട് വൈസ് ചെയർമാൻ ശ്രീ കെ എം ഹനീഫ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വൈസ് ചെയർമാൻ ശ്രീ കെ എം ഹനീഫിനെ ആദരിക്കുകയാണ്. A big round of applause for both Shahina Salim and K.M. Hanif. Thank you so much, everyone. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ബിസിനസ് രംഗത്തെ മികവിന് ദുബായ് UAE ബെസ്റ്റ് ഗോൾ MD ശ്രീ സമീർ തളങ്കരയെ നമ്മളിവിടെ ആദരിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ സമീർ തളങ്കര ഓൺ ടു ദ സ്റ്റേജ്. Here we felicitate Samir Talangara. Thank you so much. അടുത്തതായിട്ട് കുഞ്ഞാലി പെർള. അപ്പോൾ അദ്ദേഹത്തിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു ബീഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. കാസർഗോഡ് പെർളയിൽ ജനനം. ചെറുപ്പത്തിലെ ബിസിനസ് രംഗത്തേക്ക് കാലെടുത്ത് വെച്ച കുഞ്ഞാലി താൻ എത്തിപ്പെട്ട മേഖലയിലെല്ലാം പൊന്നിക്കൊടി പാറിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. കാസർഗോഡിൻ്റെ സാംസ്കാരിക, സാമൂഹിക, കായിക മേഖലയിലെല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള കുഞ്ഞാലി ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും നിസ്തുല്യമായ നിശബ്ദമായ സേവനം നടത്തുന്ന വ്യക്തി കൂടിയാണ്. 20 വർഷം മുന്നേ മഹാരാഷ്ട്രക്കടുത്തുള്ള കേന്ദ്രഭരണ പ്രദേശമായ ദാമൻ ദ്യൂവിൽ ബിസിനസ് തുടങ്ങിയ കുഞ്ഞാലി ഇന്ന് അവിടെ തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തോടൊപ്പം ആ നാടിൻ്റെ തന്നെ ഹൃദയമിടിപ്പായി മാറിയിരിക്കുകയാണ്. ഈ പുതുവത്സരാഘോഷ വേദിയിൽ വെച്ച് ബഹുമാനപ്പെട്ട കുഞ്ഞാലി പെർളയെ ആദരിക്കുകയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം അസീസ് അബ്ദുള്ള. ഭാരത സർക്കാരിൻ്റെ ടെലികോം അഡ്വൈസറി ബോർഡ് അംഗമായ അസീസ് അബ്ദുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്കുള്ള കീഴിലുള്ള ബോർഡുകളിൽ അംഗമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. കാസർഗോഡ് ചൗക്കി സ്വദേശിയായ അസീസ് അബ്ദുള്ള കാസർഗോഡ് വിവിധ സാംസ്കാരിക പരിപാടികളുടെ സംഘാടക നിലയിൽ കഴിവ് തെളിയിച്ച വ്യക്തി കൂടിയാണ്. ഇപ്പോൾ തൻ്റെ പ്രവർത്തന മണ്ഡലം ഡൽഹിയും ഗുജറാത്തിലുമാണെങ്കിലും കാസർഗോഡിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യവുമായി ഇന്നും ഞങ്ങളോടൊപ്പം അസീസ് അബ്ദുള്ളയുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം റഹ്മാൻ റാഷിദ്. സ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്നതിന് മുമ്പ് തന്നെ മടിക്കേരിയിലെത്തി അവിടെ ഇന്റർലോക്ക് ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ച് ആ ബിസിനസ്സിലൂടെ പടിപടിയായി ഉയർന്ന സ്റ്റോൺ ക്രഷർ മേഖലയിലേക്കും അവിടെ നിന്നും പ്രമുഖ കമ്പനിയിലേക്ക് മെറ്റൽ സപ്ലൈ ചെയ്യുന്ന കരാറുകൾ ഏറ്റെടുത്ത് ബിസിനസ്സിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച യുവ ബിസിനസ്സുകാരൻ. മൈസൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ സ്വന്തമായിട്ട് ക്രഷറുകൾ സ്ഥാപിച്ച് അവിടെ ആ മേഖലകളിൽ തൻ്റേതായ സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ റാഷിദിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ക്രഷർ മേഖലയിലേക്ക് വേണ്ട യന്ത്ര സാമഗ്രികളുടെ പാർട്സ് മുതലായവയുടെ മൊത്തം ഡീലർഷിപ്പ് ഏറ്റെടുത്ത്
ആ മേഖലയിൽ കുത്തകുണ്ടാക്കുകയും ചെയ്തു. വളരെ ചെറുപ്പത്തിൽ തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ബിസിനസ് രാജകുമാരനാണ് റഹ്മാൻ റാഷിദ്. നല്ലൊരു കയ്യടി കൊടുക്കാം. അടുത്തതായി താങ്ക് യു സോ മച്ച്. നമ്മളോട് അഭിസംബോധന ചെയ്യാൻ വേണ്ടി മുനിസിപ്പൽ വൈസ് ചെയർമാൻ അനീഫ് സാഹിബിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട കാസർഗോഡിൻ്റെ പ്രിയങ്കരനായ MLA എന്നെ നിൽക്കുന്ന സാഹിബ്, കാസർഗോഡ് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സൈന സലീം, അധ്യക്ഷൻ ഉമ്മാർ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട കാസർഗോഡിലെ നാട്ടുകാരെ, ഈ കൊല്ലം നമ്മൾ പഠിച്ച പാഠങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രതീക്ഷയുടെയും അതേപോലെ ആത്മവിശ്വാസത്തോടും കൂടി നാം പുതുവർഷത്തെ വരവേൽക്കാൻ പോകുകയാണ്. ആദ്യമായി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതുവർഷാശംസകൾ ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. ഹാപ്പി ന്യൂ ഇയർ 2026. പുതുവർഷം എന്നത് പുതുതായി ചിന്തിക്കാനും പുതുതായി പ്രവർത്തനം തുടങ്ങാനുമുള്ള ഒരു അവസരമായി നാം കാണണം. ഇന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നാം പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. നമ്മുടെ ഈ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ പ്രിയങ്കരനായ ഷാഫി നെല്ലിക്കുന്നും തുടർന്ന് അത് ഏറ്റുപിടിച്ച് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട എന്നെ നെല്ലിക്കുന്നും ഈ നഗരസഭ ചെയ്യേണ്ട ചില കാര്യങ്ങളെ സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഞങ്ങളെ ഈ കാസർഗോഡ് നഗരസഭയിൽ ഒരു പുതിയ ഭരണസമിതി നിലവിൽ വന്ന് 5 ദിവസം മാത്രമാണ് ആയിട്ടുള്ളത്. നമ്മൾ ഈ 5 ദിവസം ഞാനും വൈസ് ചെയർമാൻ അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ ഫുൾ ടൈമിലുണ്ട്, മറ്റു പ്രവർത്തനങ്ങളും വിശകലനം ചെയ്യുകയായിരുന്നു. പല പ്രശ്നങ്ങളും പഠിക്കുകയാണ്. നമുക്ക് ഇനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അടുത്ത മാസം 6-ാം തീയതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി വരും. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം നിങ്ങളോട് പറയാണ്, പുതുവർഷം എന്നാൽ ഞങ്ങളുടെ ഈ ഭരണസമിതി നിങ്ങൾക്ക് പുതുവർഷത്തുള്ള ഒരു കാസർഗോഡ് നഗരത്തിലുള്ള സമ്മാനമായി നിങ്ങൾക്ക് മാറണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്നെ നെല്ലിക്കുന്ന് സാഹിബ് പറഞ്ഞ പോലെ ഇവിടുത്തെ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ആവശ്യമാണ്. നമ്മൾ പ്രശ്നങ്ങൾ പഠിച്ച് അത് നിങ്ങളുടെ മുമ്പിൽ വരും. അതേപോലെ കാസർഗോഡ് ഒരു സമൂലമായ മാറ്റങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകേണ്ടത് നഗരസഭ മാത്രമല്ല, കാസർഗോഡിൻ്റെ MLA-യുടെയും MP-യുടെയും എല്ലാവിധ പിന്തുണയും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ MLA-യോട് വളരെ ഹൃദയപൂർവ്വം ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഫണ്ട്സ് നമ്മുടെ നഗരസഭയ്ക്ക് വിട്ടു നൽകണമെന്ന്. ഏതായാലും ഈ MLA പറഞ്ഞ പോലെ ഇലക്ഷൻ കഴിഞ്ഞു. നഗരസഭയിൽ 39 കൗൺസിലർമാരുണ്ട്. നിങ്ങൾ കണ്ടു കാണും, ഈവൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പോലും മലയാളത്തിലും ഈ കന്നഡയിലും ഈവൻ സംസ്കൃതത്തിലും പോലും വ്യത്യസ്ത ഭാഷയും വ്യത്യസ്ത ജാതിയുമുള്ള അതേപോലെ വ്യത്യസ്ത സംസ്കാരവുമുള്ള ആൾക്കാർ നഗരസഭയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ വികസനത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഏതായാലും ഈ നഗരസഭയിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആദ്യമായി നിങ്ങൾ സൂചിപ്പിച്ച ഈ സന്ധ്യാരാഗത്തിൻ്റെ പ്രശ്നങ്ങൾ ഇന്ന് പോലും പകൽ ഞങ്ങൾ ചെയർപേഴ്സണൊക്കെ ചർച്ച ചെയ്തതാണ്. അതുപോലെ നമ്മുടെ ടൗൺ ഹാളിനും പരിമിതികളുണ്ട്. ഓൾറെഡി ഞങ്ങൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് സന്ദർശിച്ചു. അതേപോലെ തന്നെ അതിൽ ആവശ്യമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ടൗണിലുള്ള മെയിൻ റോഡിലുള്ള കുണ്ടുകുഴികൾ നികത്താനുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു. ഇനിയും കാസർഗോഡിൻ്റെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ എന്നും നിങ്ങളുടെ മുന്നിലുണ്ടാവും, നിങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരായ കാസർഗോഡ് ആർട്ട് ഫോറം, അതേപോലെ
ഈ അലിയൻസ് ക്ലബ് ഇൻ്റർനാഷണൽ, അത് കലാ ആർട്സ് ഫോറം, എല്ലാവർക്കും ഇന്ന് ഇവിടെ ഞങ്ങളെ ഈ അനുബോധിച്ച, ഞങ്ങളെ ഇങ്ങനെ ആദരിച്ച ചടങ്ങിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, നല്ല പുതുവർഷാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചെയർപേഴ്സണായ ഷാഹിന സലീമിനെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ മെഗാ ഈവൻറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച കാസർഗോഡിൻ്റെ ജനപ്രിയ MLA ശ്രീ എഴുന്നേൽക്കുന്ന അവറുകൾ, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ KM അനീഫ് അടക്കമുള്ള വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രംഗ് ബർസെ ദ കളേഴ്സ് ഓഫ് യൂണിറ്റി എന്ന പുത്തൻ ആശയവുമായി പുതുവത്സരത്തെ വരവേൽക്കുന്നതിന് വേണ്ടി ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനുള്ള സന്തോഷവും അഭിമാനവും നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണായി ജനങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസവും അതേപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഈ നഗരത്തെ നയിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും പറയുന്നത് പോലെ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒട്ടനവധി പ്രതീക്ഷകളും സ്വപ്നങ്ങളും മുൻപിലുണ്ട്. 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങളും പിന്തുണയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായ ഒരു നഗരത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ അതുപോലെ തന്നെ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യൻ്റെയും മതത്തിൻ്റെയും ഭാഷയുടെയും അതിരുകൾ മറികടന്നുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുന്നത് കലയാണ്. ആ കലയിലൂടെയാണ് ഒരുപാട് സൗഹാർദ്ദങ്ങളും അതുപോലെ തന്നെ ഐക്യവുമൊക്കെ നേടിയെടുക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വേദിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പരിപാടിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെയൊക്കെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഈ നാടിനെ ഒരുപാട് നല്ല നല്ല നാളേക്കുള്ള ഒരു നാടാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്, പുതിയ തലമുറയെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വികസനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരുടെയും സഹായവും പിന്തുണയും ഉണ്ടാവണം. ഈ മെഗാ ഈവൻറ്റ് സംഘടിപ്പിച്ച അലയൻസ് ഇൻ്റർനാഷണൽ ക്ലബിനെയും അതേപോലെ തന്നെ കേരള ആർട്ട് ഫോറത്തിനെയും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിന്, നിങ്ങൾ നൽകിയ സ്നേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും പുതുവത്സരാശംസകൾ നേരുകയാണ്. നമ്മൾ ഓരോ വർഷത്തെയും വരവേൽക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ്. പക്ഷേ ചില ആളുകൾക്ക് അതൊരു പ്രതീക്ഷയായി മാറാം, ചില ആളുകളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാം, മറ്റു ചില ആളുകൾക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ നാളത്തെ ഒരു പുതുവത്സരം നമുക്കെല്ലാവർക്കും നല്ല നാളെ ആവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച്. ആയിട്ട് 2 വാക്ക് സംസാരിക്കാനായിട്ട് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം സമീർ ബെസ്കോൾഡ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ആദരണീയനായ ഉദ്ഘാടകൻ, നമ്മുടെ പ്രിയപ്പെട്ട MLA, മുനിസിപ്പൽ ചെയർമാൻ, വൈസ് ചെയർമാൻ, വേദിയിലും സദസ്സിരിക്കുന്ന നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പുതുവത്സര രാത്രിയാണ് ഞാൻ നിൽക്കുന്നത്. ഈ സമയത്ത് എന്നെപ്പോലെ ഉള്ള ആളെ ഇവിടെ ക്ഷണിച്ച് സ്നേഹം നൽകി ആദരിച്ചതിന് ഇതിൻ്റെ സംഘാടകർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രിയങ്കരനായ MLAയും പ്രിയങ്കരിയായ നഗരസഭാ അധ്യക്ഷയും പ്രിയങ്കരനായ നഗരസഭാ വൈസ് ചെയർമാൻ അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെയും
കലയുടെയും വേര് അറ്റുപോയിട്ടില്ലെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉള്ളതുകൊണ്ട് ആ ബോധത്തിൽ നിന്നാണ് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. എല്ലാ നഗരങ്ങളിലും പുതുവർഷം ആഘോഷിക്കുമ്പോൾ കാസർഗോഡ് നഗരത്തിൽ മാത്രം അത് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം കലയെ ഏറെ സ്നേഹിക്കുന്ന ഈ കാസർഗോഡിൻ്റെ മണ്ണിൽ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കാസർഗോട്ടെ 3 സംഘടനകൾ ചേർന്ന് ഇത്തരമൊരു ആഘോഷത്തിന് ഇവിടെ മുതിർന്നത്. ഇതിൽ ആദ്യത്തെ സംഘടന എന്ന് പറയുന്നത് നമ്മുടെ ടി അബ്ദുല്ല സാഹിബ് സ്ഥാപിച്ച കാസർഗോഡ് ആർട്ട് ഫോറമാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അറബിക് കലണ്ടർ അനുസരിച്ച് ടി അബ്ദുല്ല സാഹിബ് മരണപ്പെട്ട വാർഷിക ദിനമാണിന്ന്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ന് വൈകിട്ട് മാലിക് ദിനാർ യത്തീംഖാനയിൽ പ്രാർത്ഥന നടത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അദ്ദേഹം സ്ഥാപിച്ച ഒരു കലാമണ്ഡലമാണ് ഈ സന്ധ്യാരാഗം ഓഡിറ്റോറിയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഈ വേദിയിൽ അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുന്ന സാംസ്കാരികവും കലയും പ്രോത്സാഹിപ്പിക്കുക, അത് നിരന്തരമായി സ്ഥിരമായി നടത്തിക്കൊണ്ടുവരിക എന്നത് നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ടി അബ്ദുല്ല സാഹിബ് ജീവിച്ചിരുന്ന കാലത്ത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഷാഫിയ നെല്ലിക്കുന്ന് സൂചിപ്പിച്ചതുപോലെ നിരന്തരമായിട്ട് പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. കാസർഗോഡ് ആർട്ട് ഫോറത്തോടൊപ്പം അലിയൻസ് കാസർഗോഡും കല കാസർഗോഡും കൈകോർത്തപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു പുതുവർഷ ആഘോഷത്തിന് സാഹചര്യമൊരുക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇവിടെയൊക്കെ കടന്നു വരുന്നുണ്ട്. 2019 നമ്മുടെ അന്നത്തെ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് കുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അരങ്ങേറിയ ന്യൂ ഇയർ ആഘോഷം അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ ജില്ലാ കളക്ടർ അന്ന് മണവാളൻ്റെ വേഷം ധരിച്ച് ഈ വേദിയിൽ വന്നു. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ കളക്ടർ അദ്ദേഹം കച്ചേരി നടത്തി. ഒരുപാട് പരിപാടികൾ ഇവിടെ അരങ്ങേറി. കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ആഘോഷങ്ങൾ, പുതുവർഷ ആഘോഷങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിൽ ഒന്ന് നമ്മുടെ കാസർഗോട്ടെ പരിപാടിയായിരുന്നു. അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുതുവർഷ ആഘോഷം നടത്തപ്പെട്ട ഒരു വേദിയാണിത്. ഇവിടെ നമ്മൾ ഇനിയും തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ ഇത്തരം ആഘോഷങ്ങൾ കൊണ്ടുവരണം. അതിന് പ്രാപ്തരായിട്ടുള്ള നഗരസഭ അധ്യക്ഷയും നഗരസഭാ വൈസ് ചെയർമാനുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നേരത്തെ MLA, ബഹുമാനായ MLA അവർക്ക് വികസനവുമായി ബന്ധപ്പെട്ട കുറേ ഉപദേശങ്ങൾ നൽകി. അവർ തിരിച്ച് വൈസ് ചെയർമാന് MLAയോടും കുറേ സഹായങ്ങൾ അഭ്യർത്ഥിച്ചു. ഇവർ രണ്ടും കൈകോർക്കുമ്പോൾ, ജനപ്രതിനിധികൾ കൈകോർക്കുമ്പോൾ കാസർഗോട്ട് വസന്തം വിരിയുക തന്നെ ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. മറ്റൊരു വിശിഷ്ട വ്യക്തിയെ കൂടി സ്റ്റേജിലേക്ക് ക്ഷണിക്കേണ്ടതായിട്ടുണ്ട്. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ മഹഫൂസ് MD ഗ്രൂപ്പ് ചെയർമാൻ. അടുത്തതായിട്ട് നമ്മുടെ ഒരു ലോഗോ റിവീലിംഗ് സെറിമണിയാണ്. അപ്പം അതിനു മുന്നേ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. ഇന്ന് ഈ വേദിയിൽ പുതിയൊരു വർഷത്തെ മാത്രമല്ല, BRQ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഒരു പുതിയ സംരംഭത്തിൻ്റെ തുടക്കത്തിന് നാം സാക്ഷ്യം വഹിക്കുകയാണ്. കാസർഗോഡും പരിസര പ്രദേശങ്ങളിലും കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒരുമിച്ച് ആഘോഷിക്കുന്ന നിമിഷങ്ങൾക്കായി ഒരു പുതിയ വേദിയുമായി BRQ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന പുതിയ സംരംഭമാണ് ലേ BRQ. ലേ BRQ എന്നത് ഒരു പാർട്ടി ഹാൾ ഇവൻറ്റ് സ്പേസ് ആശയമാണ്. ജന്മദിനാഘോഷങ്ങൾ, ചെറിയ കുടുംബ സംഗമങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, യോഗ, ഡാൻസ് മീറ്റിങ്ങുകൾ എന്നിവ സംഘടിപ്പിക്കാൻ അനുയോജ്യമായ ഒരു മനോഹരമായ വേദി. ഇത് വെറും ഒരു ഹാൾ മാത്രമല്ല, ഓർമ്മകളെ ആഘോഷങ്ങളാക്കാൻ ഒതുക്കുന്ന ഒരു ഇടമാണ് ലേ BRQ. സൂക്ഷ്മമായ പ്ലാനിങ്ങും പ്രൊഫഷണൽ മാനേജ്മെൻറ്റും സൗഹാർദ്ദപരമായ അന്തരീക്ഷവും ലേ BRQയുടെ പ്രത്യേകതയാണ്. ചെറിയ ആഘോഷങ്ങളായാലും അർത്ഥവത്തായ നിമിഷങ്ങളായാലും അവയെ മനോഹരമായ ഓർമ്മകളാക്കി മാറ്റുക എന്നതാണ് ലേ BRQയുടെ ദൗത്യം. ഈ സംരംഭത്തിൻ്റെ പിന്നിൽ മികവാർന്ന മുൻപരിചയവും പ്രൊഫഷണൽ മികവും സോഷ്യൽ എഞ്ചിനീയറിംഗ് ഹൃദയസ്ഥമാക്കിയ ഒരു ശക്തമായ നേതൃത്വമുണ്ട്. BRQ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ CEO ഡോക്ടർ മുഹമ്മദ് മുസ്തഫ CTയുടെ നേതൃത്വത്തിലാണ് ലേ BRQ എന്ന ഈ പുതിയ സംരംഭം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഈ വേദിയിലെ ഏറ്റവും പ്രാധാന്യമുള്ള നിമിഷത്തിലേക്ക് ബഹുമാന്യനായ MLA ലേ BRQയുടെ ഔദ്യോഗിക ലോഗോ പ്രകാശനം ചെയ്യുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ലോഗോ സ്വീകരിക്കാൻ BRQ ഗ്രൂപ്പ് CEO ഡോക്ടർ മുഹമ്മദ് മുസ്തഫ CTയെ ക്ഷണിക്കുന്നു. ദയവായി എല്ലാവരും നല്ലൊരു കയ്യടിയോടുകൂടി തന്നെ ഈ നിമിഷത്തെ നമുക്ക് വരവേൽക്കാം.
ലേബിയാർക്യു എന്ന ഈ പുതിയ സംരംഭം അനേകം ആഘോഷങ്ങൾക്ക് വേദിയാകട്ടെ, അനേകം സന്തോഷ നിമിഷങ്ങൾക്ക് ഓർമ്മയാകട്ടെ. ഐക്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ആഘോഷങ്ങൾക്കായി ലേബിയാർക്യു, ആർ സ്പേസ് യോർ സ്റ്റോറി. ലേബിയാർക്യു കുടുംബത്തിനും ലേബിയാർക്യു ടീമിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അടുത്തതായി നമ്മുടെ ഈ പരിപാടിയുടെ വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുന്നതിനായിട്ട് റഫീഖ് നായ് മാർമലയെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യായ കാസർഗോഡ് MLA ജനാബ് എന്നെ നെല്ലിക്കുന്നവർ, അതുപോലെ തന്നെ നഗരസഭ അധ്യക്ഷ ശ്രീ സായിന സലീം അവർ, അതുപോലെ തന്നെ നഗരസഭയുടെ വൈസ് ചെയർമാൻ അനീഫ് അവർ, അതുപോലെ തന്നെ ഇന്നിവിടെ ആദരിക്കപ്പെട്ട ബഹുമാന്യായ വ്യക്തിത്വങ്ങൾ, മറ്റു സംഘാടക നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, നമുക്കറിയാം 2025 വർഷം ഏതാണ്ട് ഇവിടെ സമാപിക്കാൻ പോവുകയാണ്. പുതിയ 2026 വർഷം പിറവിയെടുക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, പോയ വർഷത്തിൽ ഒരുപാട് ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിലും പുതിയ 2026 വർഷം വലിയൊരു പ്രതീക്ഷയോടെയാണ് നാം എല്ലാവരും കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒന്നാമത് സൗണ്ടില്ല എൻ്റെ, കൂടുതൽ സംസാരിക്കാതിരിക്കാൻ കാരണം അതുകൊണ്ടാണ്. ഈ പുതിയ 2026 വർഷത്തെ നാം നല്ല രീതിയിലുള്ള പ്രതീക്ഷയോടെ ഇവിടെ കാത്തിരിക്കുമ്പോൾ വരുന്ന ഈ 2026 വർഷത്തിൽ നമുക്ക് ഈ നാടിനും ഐശ്വര്യവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു വളർച്ചയും അതൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആദ്യമായി ഇവിടെ ആശംസിക്കുകയാണ്. കാസർഗോഡിൻ്റെ കഴിഞ്ഞ 4 വർഷത്തോളമായി അലയൻസ് ക്ലബ്ബ് ഇൻ്റർനാഷണൽ എന്ന ഇൻ്റർനാഷണൽ സംഘടനയുടെ ഒരു ഭാഗമായി കാസർഗോഡ് പ്രവർത്തിക്കുന്നു. പല ഭാഗങ്ങളിലായിട്ട്, അതായത് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും മറ്റു കലാകായിക മേഖലയിലൊക്കെ സാന്നിധ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അലയൻസ് ക്ലബ്ബ് ഇന്ന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച് അന്താരാഷ്ട്ര ലെവലിൽ പല രാജ്യങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അലയൻസ് ക്ലബ്ബ്. ആ അലയൻസ് ക്ലബ്ബ് കഴിഞ്ഞ 4 വർഷമായി കാസർഗോഡിൻ്റെ പല മേഖലകളിലും നല്ലൊരു നിറസാന്നിധ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ 2025 വർഷത്തിൻ്റെ സമാപനത്തിലും ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഞങ്ങളോടൊപ്പം കൈകോർത്ത കലാ കാസർഗോഡും അതുപോലെ തന്നെ കാസർഗോഡ് ആർട്ട് ഫോറവും കഴിഞ്ഞ 10 വർഷത്തോളമായി കാസർഗോഡ് ആർട്ട് ഫോറവും ഞങ്ങളോടൊപ്പം കൈകോർക്കുമ്പോൾ ഇതൊരു ചരിത്ര നിമിഷമാവുമെന്ന് മാത്രം ഞാൻ നിങ്ങളോട് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നേരുന്നതോടൊപ്പം ഹാപ്പി ന്യൂ ഇയർ നേരുന്നതോടൊപ്പം ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന ബഹുമാന്യായ എന്നെ നെല്ലിക്കുന്നവർകളെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നിങ്ങളോട് അദ്ദേഹത്തെ ഞാൻ ആർദ്രമായി നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ബഹുമാന്യായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ സായിനാം സലീം അവർകളെയും ഞാൻ ഈ ചടങ്ങിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം മുനിസിപ്പൽ വൈസ് ചെയർമാൻ അനീഫ് അവർകളെയും ഞാൻ ആർദ്രമായി ഈ ചടങ്ങിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, മറ്റു സംഘാടക സമിതി അംഗങ്ങൾ, മറ്റു എല്ലാവരെയും, ക്ലബ്ബ് ഭാരവാഹികൾ, ആർട്ട് ഫോറത്തിൻ്റെ ഭാരവാഹികൾ, അതുപോലെ അവരുടെ ഭാരവാഹികൾ, എല്ലാ ഭാരവാഹികളെയും പ്രവർത്തകരെയും ഈ നാട്ടിലെ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. സർ, ചെറിയൊരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. നമ്മുടെ BRQ അസോസിയേറ്റ്സ്, BRQ ഗ്ലോബ്ടെക് പ്രൈവറ്റ് ലിമിറ്റഡ്, BRQ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ്റെ ഒരു ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ പുതിയ വർഷത്തെ വരവേറ്റുകൊണ്ട് 2026 ഒരു ഡയറി നമ്മുടെ ചെയർപേഴ്സൺ ഷാഹിന സലീമിന് BRQ അസോസിയേഷൻസ് ഡയറക്ടർ ഡോക്ടർ മുസ്തഫ കൈമാറുന്നുണ്ട്. ഒപ്പം വേദിയിലിരിക്കുന്ന മറ്റ് ഗസ്റ്റിനും ഓർഗനൈസേഴ്സിനും ഈ ഡയറി കൈമാറുന്നുണ്ട്. അപ്പോൾ ആ ചടങ്ങിലേക്ക് അത് ഡയറി ഏറ്റുവാങ്ങുന്നതിനായി ഷാഹിന സലീമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Please put your hands together for all the BRQ associates.
മത്സരം അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. ഒരുപാട് പരിപാടികളുണ്ട്. നമ്മുടെ ഒരു ടീം സംഗീത വിരുന്നൊരുക്കാൻ വേണ്ടിയിട്ടുള്ള ടീം ഇവിടെ ബാക്കിൽ റെഡി ആയിട്ടുണ്ട്. സോ ലെറ്റ്സ് വിറ്റ്നസ്, ലെറ്റ്സ് മേക്ക് ദിസ് മൊമെന്റ് മാജിക്കൽ. സോ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു ബ്ലെസ് ദിസ് ഈവനിംഗ്. പാടിവാക്കാറ്റി ആയിരം പൂക്കൾ നുള്ളിവ ആടിവാക്കാറ്റി പാടിവാക്കാറ്റി ആയിരം പൂക്കൾ നുള്ളിവ അന്തിപ്പൂമാനം പൊന്നു ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവ കാണാത്തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാ ആടിവാക്കാറ്റേ പാടിവാക്കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവ അന്തിപ്പൂമാനം പൊന്നു ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവ
beautiful singer. I would like to welcome Shabana onto the stage. Please put your hands together for Shabana. Hi, hello. Hi, hello. Good evening to you. അയ്യോ, ഒരു കയ്യടിയൊക്കെ തന്നെ എല്ലാവരും. നിങ്ങളെ കാണുന്നില്ല. ഈ ഓഡിയൻസ് ലൈറ്റ് ഉണ്ടോ? ഓഡിയൻസ് ലൈറ്റ് ഉണ്ടോ? എല്ലാവർക്കും നമസ്കാരം. First of all, we are thanking Kala Kasaragod Art Forum Alliance International. Special thanks for you, this program coordinators. And Rang Barse Colors of Unity ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൈയടിക്കൂ. എന്തായാലും നമ്മളെ ഈ ഒരു നിമിഷം, ഇന്നത്തെ ഒരു ഡേ നമുക്ക് വൈബാക്കണം അല്ലേ, തകർക്കണം അല്ലേ, അല്ലേക്കാ? അതെ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. നമ്മളെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മളൊരു മ്യൂസിക്, കുറച്ചൊരു പാട്ടുകളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ DJ, വാട്ടർ ഡ്രം, ഫയർ, അങ്ങനെ അടിപൊളി ഒരു പ്രോഗ്രാമാണ് നിങ്ങൾക്ക് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് എൻജോയ് ചെയ്യാം, യൂണിറ്റ് ചെയ്യാം. റെഡി? അപ്പോൾ ഫസ്റ്റ് ഒരു ഹിന്ദി സോങ് ആണ്. എല്ലാവർക്കും അറിയുന്ന സോങ് ആയാൽ കൂടെ പാടണം. ഹോപ്പ് യു എൻജോയ്. തുടങ്ങാം. ഹലോ ഹലോ. सारी दुनिया जापान से लेके रशिया, ऑस्ट्रेलिया से लेके अमेरिका, देखा है प्यार का सपना, दिल चाहे कोई अपना, मिल जाएगा एक साथिया, एक देसिया. अच्छा है क्या, क्या है बुरा, मुझको बता. देखी है सारी दुनिया, जापान से लेके रशिया, ऑस्ट्रेलिया से लेके अमेरिका. बढ़ के मेड इन इंडिया, मेड इन इंडिया, किधर चाहिए रस मेड इन इंडिया. ओ मेड इन
അപ്പം എൻ്റെ കൂടെ ഡാൻസ് ചെയ്ത ചേട്ടാ അടിപൊളിയാണ് കേട്ടോ. ചേട്ടനാണോ ഒക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും സൂപ്പർ. എല്ലാവരും ഇങ്ങനെ നമ്മുടെ ഈ ഒരു നൈറ്റ് തകർക്കണം, ഒരു മടിയും വേണ്ട അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി തമിഴ് സോങ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഷിഹാബ് ഷാൻ. എല്ലാവർക്കും നമസ്കാരം. പൊളിക്കല്ലേ? ഒന്ന് കൂവിക്കല്ലാരും. ഉണരട്ടെ കാസർഗോഡ്. റെഡി? അയ്യോ ഒരടെ കൈയടി. എവിടെ ബാക്കിലുള്ള ആൾക്കാരെ ഒരു കൈയ്യടി തരൂ. ഒരുമിച്ച് എല്ലാരും இதயம் தள்ளி போனவன ரகசியமாகி வெளியிலவர்கள் கனவுகள் எழுதி காலையில் கலைந்து இனி தினகிவனை யோசிக்க ஆளுக்கு புறம்பு ஜானைகள் அம்மம்மா உக்களாலை பார்த்து பார்த்து ஆட்டோகாவை கேட்டு கேட்டு கைகள் நீட்டியதோ அந்த புறத்தும் மகராணி, அந்த புறத்தும் மகராணி அழகிய அவள் இவளது சந்தன இவன் மன்மத புயல் அதடா புலகின் மாநாடா அழகு இவள் தான் தாய் நாடா. താങ്ക് യു സോ മച്ച്. കയ്യടി കുറവാണ് കേട്ടോ. നല്ല ഉഷാറായി കയ്യടിച്ചേ. അതുപോലെ ഡാൻസ് ചെയ്യാനുള്ളവർക്കൊക്കെ ഡാൻസ് ചെയ്യാം. ഞങ്ങൾ ഈ അടിപൊളി പാട്ടുകളൊക്കെ നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ കമ്മിറ്റിയിലെ എല്ലാ
പാട്ടുകൾ മാത്രം മതി, ഈ ഒരു സാഡ് സോങ് ഒന്നും വേണ്ട, അങ്ങനെയല്ലേ? അപ്പം അടുത്തത് ഒരു അടിപൊളി ഒരു റീമിക്സ് സോങ് ആണ്. അപ്പോൾ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഷാനിക് ഡന്നോ മുസാഫിർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്. അപ്പോൾ ഓക്കെ അല്ലേ? റെഡിയല്ലേ? അപ്പോൾ ഓക്കെ, പൊളിക്കാം. റെഡി. താങ്ക് യു. റെഡിയല്ലേ എല്ലാവരും? ഉടമ്പ് രണ്ടു തബായില്ല ഫാമസി ഉടമ്പ് രണ്ടു തബായില്ല ഫാമസി വക്കയിൽ വെല്ലവൽ ചൈക്കിരിസി പോളിസി വനമിൽ വക്കയിൽ വാലിബം ഒരു ഫാന്റസി ഉർമസി ഉർമസി ചൈക്കിരിസി ഉർമസി ഉഷാറൊക്കെ പോയ ഒരു സപ്പോർട്ട് വിളിക്കുമോ? ഒരു ചെറിയൊരു പേര് വിളിച്ചോ?
taxi. Penetrata mellan mosse taxi, taxi. Pani ura illa mosse taxi. Ne gilla ye. Na higi bola ye. Was I get from gilla ye? You know what they say. Penetrata mellan mosse taxi, taxi. Pani ura illa mosse taxi. നമ്മുടെ ചേട്ടൻ സപ്പോർട്ട് വിളിച്ചോ. കാതലിക്കാനെ വരയ്ക്കണമോ മുത്തിട്ടാൽ മുത്തണമോ അമ്പളയിൽ ബത്തിനമോ റാമ്പോ ദുഃഖത്തിലിരിക്കും ചായറേമോ ദുഃഖി വരിക്കേണ്ട ശണ്ടറേമോ പകലായിക്കോ വെഞ്ചോറേമോ കാതലിക്കാനെ വരയ്ക്കണമോ മുത്തിട്ടാൽ മുത്തണമോ അമ്പളയിൽ ബത്തിനമോ റാമ്പോ così di sono di wa di hasir de yeah come on hey وعليك على علي صلي وعليك على علي بالي وعليك على علي صلي دي تسر دي واحد دي هاسر Thank you. എൻ്റെ മക്കളെ എന്തായിരുന്നു പെർഫോമൻസ്, നല്ലൊരു കൈഡി കൊടുത്തേ. They literally blasted this evening. സോ നമ്മൾ ഇപ്പോൾ ഒരു അടിച്ചുപൊളി പാട്ടാണ് കേട്ടെ. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു ഓഡിയൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഒരു മാപ്പിളപ്പാട്ട് കേൾക്കണ്ടേ? ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു മാപ്പിളപ്പാട്ട് കേൾക്കാം. നമുക്ക് വേണ്ടി മാപ്പിളപ്പാട്ട് പാടാൻ വേണ്ടി വരുന്നത് ദിവ്യയാണ്. ദിവ്യ കാഞ്ഞങ്ങാട് ഒരു പട്ടുരുമാൽ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. സോ ലെറ്റ്സ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം ദിവ്യ. എന്നോട് എൻ കൊതി ഒന്നുപോൽ ചാറ്റി ഉന്നിടയാക്കിഴവൻ പുകൾ പോറ്റി പോറ്റിയുടെ ഫറുദവൻ പ്രിയമോടെ ഹബീബുല്ലാവേ ഓരീശ കടലുടെ ദിനകരം റസൂലുല്ലാവേ ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ ഈരൈ ദേശ മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. അല്ലാ അവൻ തിരുഹുബ്ബുളി താജ്
നല്ല സിറി മുഖം കത്തും സിറാജ അല്ലാ അവൻ തിരുഹുബുളി താജ വലിയാളുണ്ടനെ കെട്ടുവാൻ ഹാജ നല്ല സിറി മുഖം കത്തും സിറാജ സിറാജവൻ മനയുടെ വലപ്പുറം ഷഹാദത്തന്നെ ചീതീര കുറിതരി പെടുകനെ വളർമാ കൊണ്ടേ ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ ഈരൈ ദേശ മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. കുണ്ടുമെ ഒരു പുറം കുളമത് വേണം ഉണ്ടുമക്കിണറത് വളപ്പുകൾ സ്ഥാനം പെണ്ടിയിൽ പുരുഷനമുള്ളവർ മാനം കൊണ്ടുമെ ഒരു പുറം കുളമത് വേണം ഉണ്ടുമക്കിണറത് വളപ്പുകൾ സ്ഥാനം പെണ്ടിയിൽ പുരുഷനമുള്ളവർ മാനം മാനിന്ത കനിമണി വടിവുടെ പശു വേണോ നേ മസലൊത്ത കുഴലിനെ ഇണയാക്കി തരൂരീൻ പൊന്നേ ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ ഈരൈ ദേശ മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. പൊന്നൊരു നാളകം നാടകം തങ്ങൾ കന്നിയെ ചേർത്ത് തരേണമേ ഉങ്ങൾ തന്നിടണമൊരു കത്തതിനിപ്പോൾ പൊന്നൊരു നാളകം നാടകം തങ്ങൾ കന്നിയെ ചേർത്ത് തരേണമേ ഉങ്ങൾ തന്നിടണമൊരു കത്തതിനിപ്പോൾ കത്തതിൽ നബിയണ്ടലെഴുതിയും തരൂവീൻ മുത്തേ ഖബറാലെ നബിഹാലും മനം മുങ്ങി മനം മൂഷിതേ ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ ഈരൈ ദേശ മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ സലാമായി ചൊന്നേ സലാമായി ചൊന്നേ സലാമായി ചൊന്നേ. താങ്ക് യു. ആ ബാൽക്കണിയിലുള്ളവരൊക്കെ ഒന്ന് ഇറങ്ങിയേ താഴോട്ട്. കുറേ യങ്സ്റ്റേഴ്സ് പിള്ളേരൊക്കെ ഉണ്ട്. ഒന്നും കൂടെ വന്നേ, വൈബാക്കിയേ. Let's go. ആ ഡാൻസ് ചെയ്യാൻ എല്ലാവരും ഒന്ന് വന്നേ. എല്ലാവരും. fucking buzz.
for the drums. Ready for the drum.
ഇവിടെ ഒരാളാണ് ഡാൻസ് ചെയ്യാൻ. ഒരാളാണ് ഡാൻസ് ചെയ്യാൻ. നമുക്കിനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. എല്ലാവർക്കും എൻജോയ് ചെയ്യാം. കുറച്ച് സമയമേ ഉള്ളൂ. സമയം വേസ്റ്റ് ആക്കരുത് പ്ലീസ്. चमकते उन्नत में लका 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 तांबड़ी तांबड़ी हित चमकते उन्नत में लका 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 लका
तांबडी चांबडी ही चमकते उन्हात न लाका लख आधीचा पांढरा शर्ट खाकी पण टाकून मी कडक चेहऱ्यावरचे पण एक चकाचक आवाजात वजनी बोलण्यात नासाटात म्हणून तर ऐकणारे नाव घेतात हक्कानं जे तुला डाग दिसतात अंगावर माखलेलो मातीच्या रंगात जे पण काही दिलेले देवानं मिरवतोय हक्कानं क्लब मध्ये क्रिटिक्स तर मराठी वाचणारा संकास आपल्या कामात नाही कधी काय शंका क्राऊड मध्ये दंगा बघ साक्षीला जनता जिकडे जाशील तिकडे आपला से टंका म्हणून तर ऐकणारे नाव घेतात हक्कानं जे तुला डाग दिसतात अंगावर Americaniana, Afghanistanana, Kalyanam endu urupuru. Bin Laden enna solra paare. Omele, bittu 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 noitira. Bittu muttu 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 omele, bittu bittu noitira. Muttu muttu kaara. Okay. 1, 2, 3, 4. Kaniana, LTT inanana. Ay ay yo vaya koncham moode. Samina mina, waka waka, Samina mina, sakalegwa. This time for Samina mina, waka waka, Samina mina, sakalegwa. This time for Africa. നിങ്ങൾ ഡാൻസ് കുറവാണ് കേട്ടോ. ഒരു വൈബ് നിങ്ങളാണ് വേണ്ടത്. ഈ വൈബ് ഈ ഒരു വ്യക്തി ചിത്രമാണോ നിങ്ങൾ വന്ന് ഡാൻസ് ചെയ്ത് എല്ലാവരും ഈ ഫാമിലി സൈഡ് ഈ സൈഡ് വന്ന് ഡാൻസ് ചെയ്ത് ഇനി ഒരു 5 minutes കൂടിയുള്ളൂ. This time for Africa. പങ്കുകൾ മൂന്നില്ലേ കാറ്റാടി താക്കോലടിയിൽ വെച്ചാലും വെൽക്കം എഴുതാൻ കാറ്റാടി പാർട്ടി കറുപ്പിലൊളിച്ചാലും പാത്ത പൊടിക്കുന്ന താടി 1000 കൺവെച്ച് നോക്കിയാലും പരാജയം അടിക്കുന്ന സാലാടി യാഹത്തിലെ മുൻപില് യാഹത്തിലെ ഒരു വാക്യം ഗ്രൗണ്ടില് കയ്യത്തിനെ ഇനി ഒരു 5 minutes കൂടിയുള്ളൂ. കുടുംബക്കാരുടെ അസത്തം കേരളക്കാരുടെ അസത്തം It's about to dance, please come on. Let's go. Everybody out. Let's go. എല്ലാവരും ready അല്ലേ?
Sama patikapa odatorong titikapa irakada odaira odaira medalla mani siranne siranju raikanne koni pistana to bombairaye rano 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 me rano rano bombaira rano bombaira rano bombaira rano bombaira കത്തിച്ചുകൊണ്ടാണ് ഈ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. വെറുപ്പിന്റെ പ്രതീകം കത്തിച്ചുകൊണ്ട്. സോ ഇറ്റ്സ് യുവർ just see the left side of the stage. എല്ലാവരും ഒന്ന് മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ്സ് ഓൺ ആക്കിയിട്ട് നമുക്ക് let's celebrate this moment. മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ്സ് ഒന്ന് ഓൺ ചെയ്യാം. മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ്സ് ഒന്ന് ഓൺ ചെയ്യാം. പുതുവത്സരത്തെ നമ്മൾ വരവേറ്റുകൊണ്ട് വെറുപ്പിന്റെ പ്രതീകത്തെ കത്തിക്കുകയാണ്. So here finally 2026 year.
ശരി ശരി. ഹലോ ചെക്ക് ചെക്ക് മൈക്ക്. ഹലോ എക്സ്ട്രാ മൈക്ക്. ശരി. Come on, guys! Wish you happy New Year! Ha! ചിന്താത്തമനി തൂളി കേറി എങ്ങനെ എടുക്കും ശ്വാസം വാർത്തത പുറകെ ലോകമോടി നാല് ദിക്കിലും നാശം വാക്കുകൾ തീർന്നു തൊണ്ട വച്ച് ഞാൻ എങ്ങനെ എത്തിക്കും പ്രാസം ചുട്ടുപൊള്ളി മരുഭൂമി നഗരം എനിക്കാരുണ്ട് ഇവിടെ പാസം ഞാൻ മാറ്റുന്ന മരിപ്പച്ച ഭൂമിയുടെ എന്ന് പറഞ്ഞ നിറമത്തുള്ള റാപ്പിൽ തെളിയുന്നു എന്റെ ഭാവത്തിൽ വിരിയുന്നു സിഗാരടം തീരപയാനം കരുണം പുതുശാന്തം ആസ്യം ഏകാകിയാനാലും കാടാശം മുന്നിലെ ദാസ്യം തമസിന്റെ മനസ്സിൽ തെളിച്ച മനസ്സിലെ വീക്ഷണത്തിൽ സൃഷ്ടികൾ അവരിൽ ആഗ്രഹങ്ങൾ ശൈലികൾ രക്തമല്ല പഞ്ചാരവിൽ നാട്ടുക നക്ഷത്രാരി വാലടി വിളി ചുറ്റിക ലഹരി പട്ടികപ്പെട്ട പഠിച്ചാൽ അത് കേട്ട് കാട്ടിയുള്ള Are you ready, guys? Ready to Kasaragod? കൂടത്തുള്ള ആ കൂടത്തുള്ള കൂടത്തുള്ള റെഡിയില്ലേ? Let's go! Are you ready, guys? Yes! Aiva! കൂടത്തുള്ള ആ കൂടത്തുള്ള Thank you. Thank you. തുറക്കെ
Last one. So guys, thank you so much. So ഒരു ലാസ്റ്റ് സോങ്ങോട് കൂടി ഇന്നത്തെ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ അതിനു മുന്നേ നമ്മളിത് ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ എല്ലാവരും സ്റ്റേജിന് താഴെ ഇറങ്ങിക്കൊണ്ടൊന്ന് സഹകരിക്കണം. ദയവേത് പ്ലീസ് സ്റ്റേജിന് താഴെ ഇറങ്ങണം. പാട്ട് പാടുന്ന ആൾക്കാർ ഒഴികെ ബാക്കി എല്ലാവരും സ്റ്റേജിന് താഴെ ഇറങ്ങണം. സോ ലാസ്റ്റ് ആയിട്ട് ഒരു ചെയിൻ സോങ് ആണ്. So guys, finally 2026 is here. May this year be the very healthy, pleasant year for all of us. Happy New Year guys. Here we are winding up. Thank you so much. സുഹൃത്തുക്കളെ, ആ റാമ്പിൽ നിന്ന് എല്ലാവരും ഒന്ന് മാറി നിൽക്കണമെന്ന് റാമ്പിൽ നിന്ന് റാമ്പിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് റാമ്പിൽ ഹലോ റാമ്പിൽ அப்படி பாட 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 அசதி பாட கண்ணால இப்படி பாட 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 நிறுத்தி பாடு கையால உன்னோடு ஒரு சித்தா ஒரு மூட்டை இறக்கிற உன்னோடு கண்ணாமூத்தி யாரவர் இந்த நட போதுமா என்ன கொஞ்சம் வேணுமா இந்த நட போதுமா என்ன கொஞ்சம் வேணுமா அப்படி பாட 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 அசதி பாட கண்ணால இப்படி பாட 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 நிறுத்தி பாடு கையால Come on guys! Hey! போட்டு 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 அசத்தி
போட்டு கண்ணால இப்படி போட்டு 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 விட்டு போட்டு கையால சுத்து வைக்கிற தோது வைக்கிறேன் சுத்து வைக்கிற தோது வைக்கிறேன் நீ அழகா பத்து வைக்கிற பத்து வைக்கிறேன் நீ சரிதானா பார்த்த நெஞ்சுக்குள்ள ஊசி நூலு கொள்குதடி செத்து பல்லு சிக்கிலாம் பத்து நல்லது தருகிறடி நாடிக்கிட்ட உன்னோட நான் வர கைய பேசிக்கிட்ட உன் கூட சேர்ந்து வர என்ன ஆட்ட போதுமா என்ன கொஞ்சம் வேணுமா என்ன ஆட்ட போதுமா என்ன கொஞ்சம் வேணுமா என்ன ஆட்ட போதுமா என்ன கொஞ்சம் வேணுமா அப்படி பாட 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 வசதி பாட கண்ணால இப்படி பாட 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 இப்படி பாடு கையால உன்னோட ஊரு சுத்தா ஊரு மூத்த இறக்கிற உன்னோட கண்ணா பத்தி கண்ணா மூத்தி யாரவர் இந்த நட போதுமா என்ன கொஞ்சம் வேணுமா என்ன நட போதுமா என்ன கொஞ்சம் வேணுமா வேணுமா இந்த நட போதுமா என்ன கொஞ்சம் வேணுமா அப்படி போட പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ആർട്ട് ഫോറവും അതുപോലെ തന്നെ അലയൻസ് ക്ലബ് ഓഫ് ഇൻ്റർനാഷണൽ കലാ കാസർഗോഡ് എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച റംഗ് ബർസൻ ദി കളേഴ്സ് ഓഫ് യൂണിറ്റി ഇവിടെ പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. ഞങ്ങളോട് സഹകരിച്ച നല്ലവരായ കാസർഗോട്ടെ കാണികളോടും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോടും ഞങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു, താങ്ക് യു. ഹലോ കാസർഗോഡ്, നമ്മൾ ഇന്നത്തെ പരിപാടി വളരെ ഗംഭീരമായി സമാധാനപരമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. പരസ്പരം നമുക്ക് അഭിനന്ദിക്കാം. ഏതായാലും 2026 എല്ലാവർക്കും വിശേഷപ്പെട്ട ഒരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കാസർഗോഡൻ യാത്ര തുടരാം.